വരൂ കൂട്ടുകാരെ, മോക്ടെയിൽ റെഡിയാണ്. ഈ യോട് വളരെ വില കൂടുതലാണല്ലോ, പിന്നെങ്ങനെ വാങ്ങിയത്? അതെ, ജിമ്മിൽ നിന്ന് ഇത്ര അധികം പൈസ ഉണ്ടാക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? അതെ ഭായ്, ഒരു ഷേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാ. ഞാൻ അദ്ദേഹത്തിന്റെ പേഴ്സണൽ ട്രെയിനർ ആയിരുന്നു. മരുഭൂമിയിൽ എങ്ങനെ യാർഡ് ഓടിക്കാൻ കഴിയാ? കഴുതേ, ദുബായിൽ സമുദ്രവും ഉണ്ട്. സംശയമുണ്ടോ? ഓഹോ, മതിയാക്ക, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ജോർദാർ സ്പെഷ്യൽ മോക്ടെയിൽ കഴിക്ക. ഇതെന്താണ്? അതെ ഭായ്, ഡോൾഫിൻസ് അറ്റാക്ക് ചെയ്യുകയാണ്. എല്ലാവരും ജീവൻ രക്ഷിച്ചോളൂ. പക്ഷേ ഡോൾഫിൻസ് എല്ലാം വളരെ ശാന്ത സ്വഭാവക്കാരാണ്. എടാ രക്ഷിക്കേ, ഞാനിപ്പോ സമുദ്രത്തിനകത്തേക്ക് വീഴും. എന്റെ ഭായ്, ഞാനൊരു പോപ്പെട്ടൊന്ന് മറന്നോ? വേഗം പറക്കാൻ നോക്ക. അതെ, പേടിയിൽ ഞാൻ എപ്പോഴും ഈ കാര്യം മറന്നുപോകും. കൊച്ചളിയാ, ഞാനിപ്പോ വീഴും, രക്ഷിക്കേ. ഹണി, ഞാനിതാ എത്തിപ്പോയി. ഇവർ നമ്മളെ വെറുതെ വിടില്ല. ഹണി, ഓടിക്കോ. വെള്ളത്തിലൂടെ എങ്ങനെ ഓടാൻ കഴിയാ കൊച്ചളിയാ? എടാ, ഞാൻ പറഞ്ഞത് നീന്താനാ. നീന്തിക്കോ. വാ, നമുക്ക് ആ ഗുഹയിൽ പോയി ഒളിക്കാം. ഹണി, അവറ്റകള് പോയെന്നാ തോന്നുന്നത്. വാ, പുറത്തു പോവാ. കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കളിക്കാം. ഇവര് കണ്ടുപിടിക്കട്ടെ. കഴുതേ, നമ്മളിവിടെ ഒളിച്ചു കളിക്കല്ല. ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. പുറത്തു കയറിക്കോ. അവര് പുറകെ വരുന്നുണ്ട്. പേടിക്കില്ല, ഞാൻ സ്വിമ്മിംഗ് ചാമ്പ്യനാണ്. ഇവൾ ചെയ്യുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ശത്രുക്കളെ ഒരിക്കലും സഹായിക്കാൻ പാടില്ല.
താങ്ക് യു വെരി മച്ച്. പിന്നെ സോറി, എനിക്ക് നിങ്ങളുടെ പേരെന്താന്ന് അറിയില്ല. എന്റെ പേര് പ്രിറ്റി എന്നാണ്. എല്ലാ ഡോൾഫിൻസും പ്രിറ്റി തന്നെയാണ്. ഓ, അതെയോ? എങ്കിൽ എന്നെ ഇതിനെല്ലാരും പ്രിറ്റി എന്ന് വിളിക്കുന്ന, ബാക്കി എല്ലാവരെയും സ്വീറ്റി, സാലോ, മാരി എന്നാണ് വിളിക്കുന്നത്. അതെയോ? ആ, അമ്മയാണ് സത്യം. എന്നെ മാത്രമാണ് പ്രിറ്റി എന്ന് വിളിക്കുന്നത്. സത്യം. ഓ ഗോഡ്. ഹണി ഒന്ന് നിർത്ത. ഇതെന്താ നിന്റെ പെങ്ങളാ? എന്ത്? ഇതെന്റെ പെങ്ങളാണോ? ആ, നീ എന്നെ പെങ്ങളെന്ന് വിളിച്ചോ? ആ, ഞാൻ നിന്റെ പെങ്ങളാണോ? നിങ്ങൾ രണ്ടുപേരും പറയുമ്പോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ആട്ടെ, നിന്റെ പേരെന്താ പെങ്ങളെ? ആ, ഞാൻ പ്രിറ്റിയാണ്. നീ പ്രിറ്റി തന്നെയാ. കഴുതേ, അവളുടെ പേരാണ് പ്രീറ്റി. നിനക്കെന്താ ഒരു കാര്യം മനസ്സിലാവാത്തത്? അപ്പോൾ നീ എന്റെ ചേട്ടനാണ്. എല്ലാവരും പറയുന്നത് എനിക്ക് ഒന്നും തന്നെ അറിയില്ലെന്നാണ്. ചേട്ടന്മാരെ, ചേച്ചികളെ, ഞങ്ങൾ കുടുങ്ങിയിരിക്കുകയാണ്. ആട്ടെ പ്രീറ്റി, ഡോൾഫിൻസ് ശാന്തരാണല്ലോ. പിന്നെ എങ്ങനെ അവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്? അത് നിങ്ങൾ അവരെ പിടിക്കാൻ വന്നതാണെന്ന് കരുതിയിട്ടുണ്ടാകും. അത് ശരി. ആദ്യം കരുതിയത് ഇതിനൊക്കെ കാരണം ഞാനായിരിക്കുന്നതാണ്. കാരണം ഞാൻ സമുദ്രത്തിൽ കുറച്ച് ചവറ് വലിച്ചെറിഞ്ഞു. അല്ല, അവര് കാരണമാണ് ഇവർ ഇങ്ങനെയായി പോയത്. അതാരാ? വൃത്തികെട്ട കുറെ മനുഷ്യരാണ് സമുദ്രത്തിനകത്ത് ഇറങ്ങി ഡോൾഫിൻസിനെ പിടിക്കുന്നത്. പക്ഷെ വൃത്തികെട്ട ഒരു സമുദ്രത്തിൽ ഇറങ്ങിയ ശുദ്ധമാവേണ്ടതാണല്ലോ. പിന്നെ എങ്ങനെയാ പ്രശ്നമാവുന്നത്? പിന്നെ എന്തിനാ അവരെ വൃത്തികെട്ടവരെന്ന് പറയുന്നത്? ഒരുപക്ഷെ പറയുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും പെങ്ങളെ. അവർ ചെയ്യുന്നതെല്ലാം വൃത്തികെട്ട പണിയാണ്. അതുകൊണ്ടാണ് അവരെ വൃത്തികെട്ട ജനങ്ങൾ എന്ന് പറയുന്നത്. ആട്ടെ, ഇവരൊക്കെ ആരാണ്? നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ഉടൻ തന്നെ എടുത്തുകൊള്ളൂ. എന്നാൽ ജോലി വൃത്തിയായിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 6 എണ്ണം വേണം. എന്റെ അടുത്ത് ഇപ്പോ 2 കിലോ മാത്രമേ ഉള്ളൂ. തൽക്കാലം അതെടുത്തു. അതിന് ഞാൻ വാഴപ്പഴമല്ല ചോദിച്ചത്. എനിക്ക് 6 ഡോൾഫിൻസ് ആണ് വേണ്ടത്. ഡോൾഫിൻസിന്റെ ഓർഡർ പൂർത്തിയാക്കണം. എന്റെ ഡെമല്ലോ. എടോ, ഡെമല്ലോ അല്ല, ടിമല്ലോ. ടിമല്ലോ എന്നാണ് എന്റെ പേര്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്റെ ചക്കരെ, ഈ ഡോൾഫിൻസ് എങ്ങനെയാ നിനക്ക് ഓർഡർ തരുന്നത്? അങ്ങനെ തന്നാലും നിനക്ക് എങ്ങനെയാ ഇതൊക്കെ മനസ്സിലാകുന്നത്? എടോ, ഡോൾഫിൻസിന് എങ്ങനെയാണ് ഓർഡർ തരാൻ കഴിയുക? എന്റെ ചക്കരെ, ആ ചോദ്യം തന്നെയല്ലേ ഞാനിപ്പോ നിന്നോട് ചോദിച്ചത്. ഇപ്പൊ അതേ ചോദ്യം തന്നെ നീ എന്നോട് ചോദിച്ചാലോ? ഓ എന്റെ ദൈവമേ! എടോ, ഡോൾഫിൻസിനെ സപ്ലൈ ചെയ്യാൻ ഓർഡർ കിട്ടിയിരിക്കുന്നേ. അവർക്ക് പ്രൗഢി കാണിക്കാൻ വേണ്ടിയും കൂടാതെ കുട്ടികളോടൊപ്പം കളിക്കുവാനും വീട്ടിൽ ഡോൾഫിൻസിനെ വളർത്തുവാണ്. ഇവന്മാരെന്തായാലും ആള് കൊള്ളാവല്ലോ. വിദേശ രാജ്യങ്ങളിലെ പിള്ളേരുടെ വിനോദം അടിപൊളി തന്നെ. നമ്മുടെ നാട്ടിലെ പിള്ളേർക്കാണെങ്കിൽ ഗോലി, കുട്ടിയും കോല് ഇതൊക്കെ മാത്രമേ അറിയൂ. നീ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാതിരിക്കെ. തല പൊട്ടുന്നു. ഞാൻ എന്ത് ചോദിച്ചോ അത് ഉടനെ എത്തിക്കാൻ നോക്ക്. നാളെ എനിക്ക് 6 ഡോൾഫിൻസിനെ കിട്ടിയിരിക്കണം. സാറേ, എക്സ്ക്യൂസ് വേണ്ട, എനിക്ക് റിസൾട്ട് മാത്രം മതി. അടിച്ചു ഞാൻ പറഞ്ഞേക്കാം. അത് ഡോൾഫിൻസ് ആണ്, അല്ലാതെ ഓംലെറ്റ് അല്ല. താൻ ചോദിക്കുമ്പോ 8-10 എണ്ണം കൊണ്ട് തരാനായിട്ട്. തന്നെ കൊണ്ട് കഴിയില്ലെങ്കിൽ ഞാൻ പോകാം. ഡോൾഫിൻസിനെ എങ്ങനെ അനായാസമായിട്ട് പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിർത്ത്. എങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ ലഞ്ച് ടൈമാ. ഇൻസ്പെക്ടർ പാണ്ഡയുടെ അടുത്ത് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ഇൻസ്പെക്ടർ പാണ്ഡ. ഇൻസ്പെക്ടർ പാണ്ഡ, ഡോൾഫിൻസ് വലിയ പ്രശ്നത്തിലാണ്. ഇത് ഡോൾഫിൻസ് അല്ല, പൊരിച്ച മീനാണ്. സാറേ, ഞങ്ങൾ സമുദ്രത്തിൽ ജീവിക്കുന്ന ഡോൾഫിനെ കുറിച്ചാണ് പറയുന്നത്. സംശയമുണ്ടോ? സർ, ഇപ്പോൾ ചിലർ സമുദ്രത്തിൽ ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് കേൾവിക്കുറവുണ്ടെന്നാണ്. ആരോ ചിലർ സമുദ്രത്തിൽ വന്ന് ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. ഇത് തെറ്റാണ്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവർ ഡോൾഫിൻസിനെ പിടിക്കുകയാണ്. കഴുതേ, പതുക്കെ പറഞ്ഞ പോരെ. എനിക്കെന്താ ചെവി കേട്ടൂടെ? അതിനുവേണ്ടി ഞാൻ സോറി പറയാം. ഇത് നിയമവിരുദ്ധമാണ്. എന്ത്? ഡോൾഫിൻസിനെ സഹായിക്കുന്നതോ? അല്ല, അവന്മാരെ പിടിക്കണം. ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും. എന്നാ സാറിപ്പോ
കസേരയിൽ ഇരിക്കുകയാണല്ലോ. എടാ കഴുതേ, അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നത്തിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്നാണ്. അതെ, അവരെ പിടിച്ച് തീർച്ചയായും ഞാൻ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും. അവരെന്നും വെളുപ്പിനാണ് ഡോൾഫിൻസിനെ പിടിക്കാൻ വേണ്ടി വരുന്നത്. ഞങ്ങൾ തോത്താറാമിന്റെ യാർഡിനകത്തുണ്ടാവും. അങ്ങ് കറക്റ്റ് സമയത്ത് അവിടെ എത്തിച്ചേരണം. ഓക്കെ, നാളെ എന്റെ പോലീസ് ടീമിനോടൊപ്പം യാർഡിൽ വന്ന് നിങ്ങളെ കാണാം. എടാ, ഈ ഇൻസ്പെക്ടർ പാണ്ട ഇത്ര സമയമായിട്ടും ടീമുമായി ഇങ്ങ് എത്തിയില്ലല്ലോ. നമ്മളിപ്പോ ഉള്ളത് ഉൾക്കടലില്ല. അദ്ദേഹം നീന്തി എത്താനായിട്ട് ഒരുപാട് സമയം പിടിക്കും. അദ്ദേഹം എന്തിനാടാ നീന്തി വരുന്നത്? നീന്തിയല്ലേ മതിയാവൂ, അല്ലെങ്കിൽ അദ്ദേഹം വെള്ളത്തിൽ മുങ്ങിപ്പോവില്ലേ? അതെ ബായ്, അവരുടെ കയ്യിൽ മോട്ടോർ ബോട്ടാണുള്ളത്. ഓ അത് ശരി, വെള്ളത്തിൽ മോട്ടോർ ബോട്ടിനെയും തള്ളിക്കൊണ്ട് വരികയായിരിക്കും. അതാണ് ഇത്രയും സമയം എടുക്കുന്നത്. അവരെത്തി, അവരെത്തി. എവിടെയാ ഇൻസ്പെക്ടർ പാണ്ഡെ? ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. വേട്ടക്കാരുടെ കാര്യമാണ് അവൾ പറഞ്ഞത്. വേഗം വാ, നമുക്ക് പോയി അവരെന്തായാലും പിടിക്കാം. ഇല്ല ബായ്, ഞാനൊരു കാര്യം മറന്നു. നമ്മളാരും മത്സ്യങ്ങളല്ല. പിന്നെ എങ്ങനെയാണ് വെള്ളത്തിൽ നമ്മൾ ശ്വാസം വിടുക? ഐഡിയ, ഈ ഗുളിക വെച്ച് ദേ നോക്ക്, ഈ ഗുളിക കന്നാ സാറിന്റെ മുത്തശ്ശൻ ഉണ്ടാക്കിയതാണ്. ഇത് കഴിച്ചാൽ മണിക്കൂറുകളോളം നമുക്ക് വെള്ളത്തിനകത്ത് ഇരിക്കാൻ സാധിക്കും. അപ്പൊ ഗുളിക കഴിക്കുന്നു, ഉടൻ തന്നെ വെള്ളത്തിൽ പോകുന്നു. ആ, ആ. അങ്ങോട്ട് നോക്ക്, അതാ പോകുന്നു. എന്റെ അമ്മോ, കണ്ടോ എന്തുമാത്രം ഡോൾഫിൻസ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഏത് ഡോൾഫിൻസാ വേണ്ടതെന്ന് വെച്ചാ താൻ ഉടനെ തന്നെ എന്നോട് പറഞ്ഞേ പറ്റൂ. ഏതെങ്കിലും മൂന്നെണ്ണത്തിന് പിടിക്കേ. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ഏത് മൂന്നെണ്ണം എന്ന് പറ. റൈറ്റിലെ മൂന്നെണ്ണമാണോ, ലെഫ്റ്റിലെ മൂന്നെണ്ണമാണോ, അതോ പുറകിലത്തെ മൂന്നെണ്ണോ? എടാ, ഏതെങ്കിലും മൂന്നെണ്ണത്തിനെ ഒന്ന് പിടിക്കേ. താൻ എന്നെ വട്ടുപിടിപ്പിക്കാതെ വേഗം ഒന്ന് പിടിക്കേ. എടാ പിള്ളേരെ, വളരെ സൂക്ഷിച്ച് മൂന്നെണ്ണത്തിനെ പിടിക്ക. നാലെണ്ണത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരെണ്ണത്തിനെ പുറത്ത് വിട്ടേക്കണം. തന്നെ പോലൊരു മണ്ടനെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേയില്ല. അതാ നിൽക്കുന്നു. ഇന്ന് അവർ രക്ഷപ്പെടാനേ പാടില്ല. ഓഹോ, അല്ല എന്താ ഇത്? എനിക്ക് ഡോഗിയും പൂച്ചയും തത്തമ്മയും ഒക്കെ വെള്ളത്തിലൂടെ നീന്തി വരുന്ന പോലെ തോന്നുന്നു. അവര് സ്കൂബ ഡൈനിങ് ചെയ്യാൻ വന്നതായിരിക്കും. താൻ ഡോൾഫിൻസിനെ പിടിക്കാൻ നോക്ക്. Ai.
ഏ? ആ? ഏ? ഏ? ആ! എടാ തേജ, ഇവറ്റകൾ നമ്മുടെ ആൾക്കാരെ ആക്രമിക്കാൻ നോക്കുകയാണ്. അറ്റാക്ക്! ഏ? ഹണി ബോധം കെട്ടു. ജോർദാറെ, അവനെ നോക്കിക്കോ. രക്ഷപ്പെട്ടോ? അവരുടെ അടുത്ത് ആപത്തായ ആയുധങ്ങളുണ്ട്. അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. വേഗം വാ, അവരെ പോയി അന്വേഷിക്കാം. എന്റെ കൂട്ടുകാരെ ആക്രമിക്കുന്നു. ഞാൻ വെറുതെ വിടില്ല. ഉം. വാവ്, ഡോൾഫിൻ പിടിക്ക്, അവരെ വെറുതെ വിടരുത്. അതോ പുറകിലത്തെ മൂന്നെണ്ണോ? അവന്മാരെ വിട്ടേക്ക്. അതാ ഡോൾഫിൻ, അതിനെ പിടിക്കാം. അവര് പ്രിറ്റിയെ പിടിക്കാൻ പോകുന്നു. നമുക്ക് ഹണിയെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. പ്രിറ്റി, അവളെ ആരെങ്കിലും രക്ഷിക്ക. പ്രിറ്റി, അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. സഹായിക്കണേ, എന്നെ സഹായിക്കണേ. അയ്യോ പാവം. എടോ ഡിമല്ലോ, അത് നമ്മളോട് സഹായം ചോദിക്കുക. വാ, നമുക്ക് അതിനെ പോയി സഹായിക്കാം. താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? സഹായിക്കാൻ പറ്റില്ല, നമുക്കതിനെ പിടികൂടണം. ഏ? സഹായിക്കൂ. ഏ? ഞങ്ങൾ റെഡിയാണ്. എന്റെ പാണ്ഡ സാറേ, ഇപ്പൊ റെഡി ആയിട്ട് എന്താ കാര്യം? അവന്മാര് ഞങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കി പോയി. സംശയമുണ്ടോ? ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എത്ര നേരത്തെ എത്തിയെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതെ അതെ, എന്തിനാ ഇത്ര നേരത്തെ ഇങ്ങ് എത്തിയത്? 2-3 ദിവസം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ നന്നായേനെ. സോറി, ഈ ബോട്ടുകാരൻ ഞങ്ങളെ വേറെ ദിശയിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വരാൻ വേണ്ടി കുറച്ചധികം സമയമെടുത്തു. ഇൻസ്പെക്ടർ പാണ്ഡ, അവർ ആപത്തായ ആൾക്കാരാണ്. കൂടാതെ അവരുടെ കയ്യിൽ ആപത്തായ ആയുധങ്ങളുമുണ്ട്. അവർ പ്രിറ്റിയെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അവരെന്റെ പെങ്ങളെ പിടിച്ചോണ്ട് പോയെന്നോ? അവരെ ഞാൻ വെറുതെ വിടില്ല. ഇത്രയും വലിയ സമുദ്രത്തിൽ എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുക? അവർ ഈസ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. പോവുകയും ചെയ്തു. നമുക്ക് ഉടൻ തന്നെ പോയി പ്രിറ്റിയെ അന്വേഷിക്കാം. വേഗം വാ. ഹണി, മണ്ടത്തരം പറയരുത്. ഇത്രയും വലിയ സമുദ്രത്തിൽ അവരെ കണ്ടെത്തുക അസാധ്യമാണ്. സംശയമുണ്ടോ? അതെ ഭായ്, അവരുടെ കയ്യിൽ സബ്മറീൻ ഉണ്ട്. അതുകൊണ്ട് അവർ സമുദ്രത്തിന്റെ അടിയിൽ എവിടെയെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് അവരെ കണ്ടെത്തുക വളരെ പ്രയാസമാണ്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. സ്നേഹമുള്ളവളാ പ്രിറ്റി. നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോവാ. എന്റെ പെങ്ങളെ ഞാൻ പോയി രക്ഷിക്കാം. ഹണി, ബണ്ണി,
നീ എന്റെ കൊച്ചളിയനല്ലേടാ. പ്രിറ്റി എന്റെ പെങ്ങളാണെന്ന് മനസ്സിലാക്ക്. അവളെ നമ്മളാണ് രക്ഷിക്കേണ്ടത്. നീ എന്താ എന്നോടൊപ്പം വരില്ലേ? പോകാം ഹണി, നമുക്ക് തീർച്ചയായും പ്രിറ്റിയെ കണ്ടെത്തിയേ മതിയാകൂ. ഒരു ഡോൾഫിനോട് ഇത്രയും സ്നേഹം കാണിക്കുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കും അവൾ എന്റെ പെങ്ങളെ പോലെയാ. സംശയമുണ്ടോ? ഞാനും നിങ്ങളോടൊപ്പം വരാം. അതെ ഭായ്, പോവുകയാണെങ്കിൽ എല്ലാവർക്കും പോകാം. നോക്ക്, സുഹൃത്താണെങ്കിൽ എന്ന് സുഹൃത്തായിരിക്കണം. നിങ്ങൾ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ശരിയെന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറ്റി അന്വേഷിക്കാം. എന്നാൽ വെള്ളത്തിനടിയിൽ എങ്ങനെയാണ് ശ്വാസം കിട്ടുക? ഞങ്ങൾ കന്നാസാറിന്റെ മുത്തച്ഛന്റെ ഗുളിക കഴിച്ചിരുന്നു. അതുകൊണ്ട് കുറെ മണിക്കൂർ വെള്ളത്തിനടിയിലിരിക്കാം. എന്നാൽ ആ ഗുളിക എനിക്കെന്താ? ഞാനും കൂടെ വരാം. ഗുളിക തീർന്നു പോയി. അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ പോയി കണ്ടുപിടിച്ചോണ്ട് വരാം. വാവ്, നീ എത്ര സുന്ദരിയാണ് മീൻകുട്ടി. നിങ്ങൾ എങ്ങോട്ടായി പോകുന്നത്? എന്റെ ഓട്ടോബായുടെ പെർമിഷൻ ഇല്ലാതെ എങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇടിച്ചു നേരത്തെ ഞാൻ ഇങ്ങനെ നോക്കണം സാർ. എടാ, സാറെന്ന് വിളിച്ച് ഒരുപാട് ഇൻസൾട്ട് ചെയ്യരുതേ. എന്റെ അടുത്ത് കളിച്ചാൽ കളി കാര്യമാവും. ഏത് കളിയാ കാര്യാവുന്നേ? എടാ വട്ടം പൂച്ചേ, ഈ ഏരിയയുടെ അണ്ണനാണ് ഞാൻ. എന്റെ പേര് ഓട്ടോ ബായ്. ഇടിച്ചു നേരത്തെ ഞാൻ. അതെ ഭായ്, ഈ ഓട്ടോയെ ഞാൻ പഞ്ചറാക്കി തരാം. അയ്യ, ആയ്, 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 ആഹാ. ഒളിച്ചു എന്റെ ചക്കരെ. സമയത്തിന് എന്തായാലും നീ എത്തിച്ചേർന്നു. ആരെങ്കിലും ഓട്ടോബായിയെ തുടരണമെന്നുണ്ടെങ്കിൽ അതെന്നെ മറികടന്നിട്ടേ കഴിയൂ. എടാ, ബോയ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. ഇടിച്ചു വരെ പപ്പടമാക്കണം. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾ നിങ്ങളോട് വഴക്കുണ്ടാക്കാൻ വന്നതല്ല. ഞങ്ങളുടെ കൂട്ടുകാരി പ്രിറ്റി അന്വേഷിച്ച് വന്നതാണ്. യോ, വാട്ട്സ് അപ്പ് പ്രിറ്റി? യു മീൻ നമ്മുടെ ഡോൾഫിൻ പ്രിറ്റി? അതെ, അവളെന്റെ പെങ്ങളാണ്. അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എടാ, അവളെന്റെ ബന്ധുവും കൂടിയാണ്. അവളെ ആരാടാ കിഡ്നാപ്പ് ചെയ്തത്? വിടില്ല ഞാൻ. അത് ചെയ്തത് ചില ദുഷ്ടന്മാരാണ്. അവരെവിടെയാ? ബായി ഇടിച്ച് പപ്പടമാക്കും. അവരെവിടെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഞങ്ങളെ തന്നെ പപ്പടമാക്കുമായിരുന്നല്ലോ. അവന്മാരെവിടെ പോയാലും ശരി, അവന്മാരെ ഞാൻ വെറുതെ വിടുകയില്ല. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ വന്നേക്കാം. പോലോ അല്ലേ? യോ യോ, ഹേ ചക്കരേ, എന്താ നിന്റെ പ്രശ്നം? ചക്കരെന്ന് പറയുന്നു. എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതെ, നീ ഒരുപാട് ചൂടാവരുതേ, പിന്നെ ചട്ടി കിടന്ന് ചൂടാവേണ്ടി വരും. അതൊക്കെ പോട്ടെ, ഇവരാരോ? ഞാൻ ബണി, ഇവൻ ഹണി, ഇത് പോപ്പട്ട്, ഇത് സോദർ, ഇത് തോത്താറാം. ഞാൻ ഓട്ടോ ബോയ്, ഇത് മുന്നി മാനേജർ, ഇത് മദനാമ, ഇത് യോയോ തവള. യോ യോ,
4 ബോട്ടിൽ ജ്യൂസ് കുടിച്ചു. ഡയറ്റിലങ്ങാനിപ്പോ. എടാ തവളക്കുട്ടാ, നീ ആവശ്യമില്ലാതെ പ്രോഗ്രാം നടത്തല്ലേ. എല്ലാരും ഇവിടെ ടെൻഷനിലാ, ചിലപ്പോ ഇടിച്ചു നടക്കും. ദാ നോക്കൂ, വേഗം പോവാം. പ്രീറ്റി ആപത്തിലാണ്. എടാ ഞങ്ങക്ക് സ്വന്തമായിട്ട് ട്രാൻസ്പോർട്ടിംഗ് ഉള്ളതാ, നമുക്ക് സുഖമായിട്ട് അതില് പോകാന്നേ. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണ്ടി പണിയെടുക്കാൻ വന്നതാ. വാ വാ, ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ട്രാൻസ്പോർട്ടിംഗ് നടത്തുന്നത്. വേഗം കയറി ഇരിക്കുന്നേ. ആ മടിക്കാതെ വേഗം കയറി ഇരിക്കുക. അതെ വേഗം വിട്ടോ, വളരെ അത്യാവശ്യമാ. കൊള്ളാം, വെയിൽ ലോബ്സ്റ്ററിന് വേണ്ടി ജോലി ചെയ്യുകയാണ്. സംഭവം കൊള്ളാം. ശരി എന്നാ പോവാം പോവാം. വാവ്, ജെല്ലി ഫിഷ്. എന്തായാലും ഒരു സെൽഫി എടുത്തേക്കാം. മിണ്ടാതിരിക്കുകയാണീ. അതെന്താണ്? ഷാർക്സ് ഓടിക്കോ, രക്ഷപ്പെട്ടോ ഷാർക്സ്. പേടിക്കണ്ടെന്നേ, ഓട്ടോബായി നമ്മുടെ ഉണ്ടല്ലോ, ഇടിച്ച് നിരത്തും അദ്ദേഹം. അതെ കൂട്ടുകാരെ, ഇത് ഷാർക്കാണ്, ഷാർക്ക്. എന്റെ കളിയൊന്നും ഇതിന്റെ അടുത്ത് ചിലവാകൂല. എന്നാൽ വെയിൽ നമ്മുടെ പക്കലുണ്ടല്ലോ, സംശയമുണ്ടോ? 4 ഷാർക്കുമായിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പേടിയാകുന്നു. എന്റെ ബായ് കുറച്ച് തടി കൂടുതലായി പോയി. എന്റെ പഞ്ചൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. എന്റെ അമ്മച്ചി. അയ്യോ. എന്റെ അടുത്താണോ കൊളി? തോത്താറാം, ഇവറ്റകളെ ബുദ്ധി ഉപയോഗിച്ച് തോൽപ്പിക്കാൻ കഴിയൂ. ഐഡിയ. അതിന് വേഗം കെട്ടിയിടുക. അടിപൊളി, ഇനി നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, സംശയമുണ്ടോ? ഇനി എങ്ങനെ എന്നെ തിന്നാൻ കഴിയും? നമുക്ക് തിന്നാൻ കഴിഞ്ഞില്ല, എന്താ പ്രശ്നം? തിന്നാൻ കഴിയല്ലോ. നീ എന്നെ കൊടുക്കുന്നു. ഇതാണ് സന്ദർഭം, ഓടിക്കോ. ഇവിടുന്ന് ഓടാനാ പറഞ്ഞത്. എന്തിനാ വഴക്ക് കൂടുന്നേ? ഓടി രക്ഷപ്പെടാൻ പറഞ്ഞത് നമ്മളെയാണ്, അവരെയല്ല. അതെ ഭായി, താൻ കാര്യം പറഞ്ഞ തീരുന്നതിന് മുൻപ് നമുക്ക് 1 കിലോമീറ്റർ എങ്കിലും നീന്തി കിടക്കാനാകും. എടാ വേഗം നീന്തി രക്ഷപ്പെടാൻ നോക്ക്, ഇടിച്ച് പൊടിക്കും ഞാൻ. താൻ കരയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് 100 തേങ്ങ തന്നേക്കാം. താൻ അത് കുത്തിയിരുന്ന് പൊട്ടിക്കാൻ നോക്ക്, സംശയമുണ്ടോ?
സംസാരം നടത്ത എന്നിട്ട് വേഗം വാ. വേഗമാകട്ടെ, എനിക്ക് പേടിയാകുന്നു. യെസ് യെസ്, അങ്ങ് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട ഡോൾഫിൻസ് ഞാൻ തന്നിരിക്കും. വേറെന്തെങ്കിലും ഓർഡർ ഉണ്ടേ പറഞ്ഞോളൂ. ഒക്ടോബസ് ഉറപ്പായിട്ടും കിട്ടും. അതെ അതെ, ഞാനുള്ളപ്പോൾ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട പീറ്റർസൺ. അല്ല, ആരുടെ ഫോണായിരുന്നു? പീറ്റർസണിന്റെ ഫോണായിരുന്നു. പീറ്ററിന്റെ സൺ എന്തിനാ നിനക്ക് ഫോൺ ചെയ്യുന്നത്? പീറ്റർ തന്നെ നിന്നെ വിളിച്ചാ പോരായിരുന്നോ? എടാ, അവന്റെ പേര് തന്നെയാ പീറ്റർസൺ, ജോൺ പീറ്റർസൺ. എടാ എന്റെ ഡെമല്ലോ. ഒരു മിനിറ്റ്, നീ ഡെമല്ലോ എന്തിനാ വിളിക്കുന്നേ? ഡിമല്ലോ, ഡിമല്ലോ. എന്റെ പേര് ഡിമല്ലോ എന്നാണ്, ഡിമല്ലോ. ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്, ഡെമല്ലോ. എടാ കഴുതേ, ഡാ അല്ല, ഡി ഡി ഡിമല്ലോ. ഒന്ന് ശാന്തനാകൂ എന്റെ ഡമല്ലോ. ഒരക്ഷരം വലിയ തെറ്റുള്ളൂ, അതൊരു വലിയ പ്രശ്നമാണ്. ഓ, എന്നെ കളി കയറ്റരുത്. ഞാൻ തന്റെ പേര് മാറ്റി പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അതെന്താ മനസ്സിലാക്കാത്തെ? ഒരു പേര് മാറ്റി പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ദേഷ്യപ്പെടുന്നത് ഡമല്ലോ? ഡിമല്ലോ. ഞാൻ ഡെമല്ലോ അല്ല, ഡിമല്ലോ ആണ്. ഡിമല്ലോ. ഞാനും അത് തന്നെ പറഞ്ഞത്, ഡമല്ലോ. താൻ ഇനി എന്റെ പേര് തെറ്റിച്ച് വിളിച്ചാൽ ഞാൻ തന്നെ കടലിലേക്ക് വലിച്ചെറിയും. എഴുന്നേക്ക്. സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോകാൻ നോക്കാം. നാളെ രാവിലെ നമുക്ക് 2 ഡോൾഫിനെ പിടിക്കണം. കോസ്റ്റ് ഗാർഡ് അലക്ട് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ജോലികളെല്ലാം തീർക്കണം. കൂട്ടുകാരെ, രാത്രി ആയിക്കൊണ്ടിരിക്കുക, നമുക്ക് എവിടെയെങ്കിലും തങ്ങണം. നമുക്ക് അതിനകത്ത് താമസിക്കാം, അതായിരിക്കും സേഫ്. പറഞ്ഞത് കേട്ടല്ലോ, നേരെ അങ്ങോട്ട് പോകാൻ നോക്ക്. ഞാൻ അങ്ങോട്ട് പോകൂല, എനിക്ക് പേടിയാകുന്നു. അത് വളരെ പഴയ കപ്പലാണ്, അതിനകത്ത് ഭൂതമുണ്ടാകും. ഓക്കെ ഓട്ടെ ബായ്, ഇതിനെ ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്. നമുക്ക് നീന്തി അവിടെ എത്താം. സംശയമുണ്ടോ? എന്താണ് പാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്? ഇത് ഞങ്ങളുടെ ഫ്രണ്ട് ആണ്, അല്ലാതെ ഓട്ടോ അല്ല. അല്ല, ഓട്ടോ ഇദ്ദേഹമാണ്. വാട്സ്ആപ്പ് ഓട്ടോമാന്റെ ഷോർട്ട് നെയിം ഓട്ടോ. യോ, അപ്പൊ ഓട്ടോ ബായി അല്ലേ? ഇദ്ദേഹം ഓട്ടോബായ് തന്നെയാണ്. ഇവൻ പറഞ്ഞത് കേട്ടോ, ഓട്ടോബായിയുടെ പേര് ഓട്ടോബായ് അല്ലെന്നാണ് ഇവൻ പറയുന്നത്. എടാ, വായ നടക്കുന്നുണ്ടോ? എന്തിനാ വെറുതെ സമയം കളയുന്നത്? നമ്മൾ വന്ന കാര്യം ചെയ്തു തീർക്കാം, വാ. അവര് പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടതാ, അവിടെ ഭൂതമുണ്ട്. വെറുതെ പേടിപ്പിക്കരുത്, എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. ഓ മാൻ, ഇവിടെ ഭൂതമുണ്ട്. വലിയ തലയുള്ള ഭൂതം. സ്ഥലം കാലിയാക്കുന്നതാ ബുദ്ധി. അങ്ങോട്ട് നോക്ക. ആരാണ് നിങ്ങൾ? എന്റെ അമ്മോ, ഭൂതങ്ങളുടെ ഫുൾ ഗ്യാങ് തന്നെ ഉണ്ട് ഇവിടെ. ആരാ നിങ്ങൾ? ഞങ്ങളൊക്കെ വളരെ ദൂരത്തുനിന്ന് വരികയാണ്. എന്റെ പെണ്ണെ വിട്ടേക്ക്. ആ കാര്യങ്ങൾ പറഞ്ഞു തീരുന്നതിന് മുൻപ് ഭൂതം വന്ന കാര്യം ചെയ്തു തീർത്തിട്ട് പോയേക്കാം. ഞങ്ങൾ ഭൂതങ്ങളല്ല, ജലകന്യകയാ. ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരി പ്രിറ്റി അന്വേഷിച്ച് വന്നതാണ്. അവളെ ചില വേട്ടക്കാർ പിടിച്ചുകൊണ്ടുപോയി. ഓ, അവർ തീർച്ചയായിട്ടും ആയുധം വെച്ചിരിക്കുന്നവരായിരിക്കും. എപ്പോഴും ഡോൾഫിൻ, ഷാർക്ക്, ഒക്ടോപസിനെ പിടിക്കുന്നവരാണ് അവര്. അതെ അതെ, അവർ തന്നെ. പ്ലീസ് അവരുടെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകൂ. രാത്രിയിൽ അങ്ങോട്ട് പോകുന്നത് ആപത്താണ്, രാവിലെ പോകാം. ശരി, എന്നാ ഇപ്പൊ പോയി ഒന്ന് കിടന്നുറങ്ങാം. ഉറങ്ങാൻ പറ്റില്ല. അതെന്താ? കാരണം ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് രാത്രി മുഴുവൻ പാർട്ടിയാണ്. വേഗം വരൂ.
എൻജോയ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇവരെന്തായാലും നല്ല ഡാൻസർ തന്നെയാണ്. എടാ, ഇങ്ങനെ ഡാൻസ് കളിച്ചാൽ തീർച്ചയായും പലയിടത്തും വന്ന് വീഴും. അതോടെ അവന്റെ പണിയും തീരും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവന്റെ പുറന്തോട് അത്രയ്ക്ക് സ്ട്രോങ് ആണ്. എന്റെ പൊന്നെ, നീ എന്തായി കാണിക്കുന്നേ? നിനക്ക് എന്താ സംഭവിച്ചത്? എടാ, എന്താ എനിക്ക് കുടിക്കാൻ തന്നത്? പച്ചമുളക് കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ്. കുടിക്കാൻ നല്ല രസമായിരിക്കും. അത് കൊള്ളാം. എങ്കിൽ എനിക്ക് തന്നേക്ക്. കം ഡാൻസ് വിത്ത് മീ. എടാ, അടിപൊളിയായിട്ടുണ്ട്. നിന്റെ ഡാൻസ് എന്തായാലും കൊള്ളാം കേട്ടോ. താങ്ക് യു ഓട്ടോബായ്, താങ്ക് യു. റാണി, നേരം വെളുത്തിരിക്കുന്നു. നിങ്ങളുടെ വാക്ക് ഓർമ്മയുണ്ടല്ലോ. തയ്യാറായിക്കോളൂ. നിങ്ങളെ ഉടൻ തന്നെ ഞാൻ അവിടേക്ക് എത്തിക്കാം. അവിടെയാണ് അവർ താമസിക്കുന്നത്. ആർ യു ഷുവർ? അതെ, അവരുടെ ബോട്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളെ തീർച്ചയായിട്ടും വെറുതെ വിടുകയില്ല. എന്റെ ഭായ്, ഇന്നു മുതൽ ഇനി അവർ ആരെയും തന്നെ പിടിക്കുകയില്ല. നീ പറഞ്ഞത് ശരിയാ. അവന്റെ പണി ഇന്നത്തോടെ തീർക്കണം. താങ്ക് യു സോ മച്ച് റാണി. നിങ്ങൾ എന്തായാലും പോയിക്കോളൂ. ഇനി അവരെ ഞങ്ങൾ നോക്കിക്കോളാം. ബൈ. വാ പോകാം. സൂക്ഷിക്കണം, അവരുടെ ആൾക്കാർ ഇവിടെ ഉണ്ടാകും. എന്റെ ഭായ്, ഇനി എന്തിനാണ് സൂക്ഷിക്കേണ്ടത്? ഇനി ഇങ്ങോട്ട് വന്ന ഇടിച്ച് നിരത്തുക തന്നെ. വേണ്ട, നമ്മൾ അറിയാതെ പോയാ മതി. പൃഥ്വി എവിടെയാണെന്ന് ആദ്യം നമുക്ക് കണ്ടെത്തണം. വാ, നമുക്ക് പോയി നോക്കാം. ഉയ്യ്, ബണ്ണി പറഞ്ഞത് ശരിയാണ്. നമുക്ക് പോയി അവരെ അന്വേഷിക്കാം. അതാ നിൽക്കുന്നു പ്രിറ്റി. സംശയമുണ്ടോ? വേഗം വാ. ഇന്ന് അവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തത് തന്നെ കാര്യം. എന്റെ പെങ്ങൾ എന്തായാലും ഞാൻ തന്നെ രക്ഷിച്ചോളാം. പ്രിറ്റിയെ വെറുതെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഇവിടെ ഇടിയുടെ പൂരമായിരിക്കും. എടോ ഡെമല്ലോ, പൂരം നടത്തുന്ന കാര്യമൊന്നും താനോട് പറഞ്ഞില്ലല്ലോ. ഈ വൃത്തികെട്ട പൂച്ചയാണ് കടലിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്റെ പേര് ഡിമല്ലോ. എന്താ വേണ്ടതെന്ന് ചോദിച്ചോ. പക്ഷേ പ്രശ്നമുണ്ടാക്കിയാൽ ഇടിച്ചു കൂമ്പുപാട്ടി ഞാൻ. വേഗം വാ.
ഡമല്ലോ ഇവന്മാരെന്നെ ഇടിച്ച് പഞ്ചറാക്കാണേ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഇങ്ങോട്ടേക്ക്. എന്റെ കൈയുടെ തരിപ്പ് തീർന്നിട്ടില്ല. എടാ എല്ലാരും എവിടെ പോയടാ? അവരെ വിടരുതാ. എത്ര നേരം തല്ലണമെന്ന് വേഗം ഒന്ന് പറഞ്ഞാൽ മതി. ഇവർക്ക് ബോധം പോകുന്നത് വരെ തല്ലിക്കൊണ്ടിരിക്കണം. സംശയമുണ്ടോ? എടോ ഡമല്ലോ, താൻ എങ്ങോട്ടായി പോകുന്നേ? നിക്കടോ, ഞാനും വരുന്നു. അവനെ ഞാനും പണിയും നോക്കിക്കോളാം. എടാ ഞങ്ങളെ മരുന്നു. സമുദ്രം ഞങ്ങളുടെ ഏരിയ ആണ്. സോർദാർ, നിങ്ങൾ ഉടൻ തന്നെ പെട്ടിയെ സമുദ്രത്തിൽ കൊണ്ടുപോയി. രക്ഷപ്പെട്ടു. എന്താടാ നോക്കി നിൽക്കുന്നത്? അവരുടെ പുറകെ പോ. എടോ, നിന്നെ പറ്റിക്കിട്ട് വിടുന്ന ആർക്കും രക്ഷപ്പെടാനാവില്ലോ. എടാ ഡമല്ലോ, മോട്ടോർ ബോട്ടിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാടാ. ഗണ്ണെടുത്ത് വേഗം വെടിവെക്കേ. ഓ എടാ മരമണ്ട, വാട്ടർ ബോട്ടിൽ നിന്ന് വേഗം പുറത്തേക്ക് ചാട്. അവര് വെള്ളത്തിലിറങ്ങി ഓടുന്നു. എന്റെ പൊന്നു ചക്കരെ, ഒന്ന് അനങ്ങി പണിയെടുക്ക. വെക്കടാ വെടി. എടാ എന്തിനാടാ ഇങ്ങനെ വെടിവെച്ച് കളിക്കുന്നത്? വന്ന് ഫൈറ്റ് ചെയ്യടാ, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇവന്മാരോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി കാര്യത്തിലേക്ക് ഇറങ്ങോ.
ഇവിടെ എന്ത് ചെയ്യാണ്? അതെ ബായ്, ഇങ്ങനെ ഒരു ബായ് പറയാൻ ഞങ്ങൾ മറന്നുപോയി. പെറ്റിയെ വിട്ടതിന് ശേഷം ബായ് പറയാൻ വേണ്ടി വന്നതാ. അയ്യടാ, അയ്യ, 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 ഇവരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നമ്മളെ തള്ളിയാളാ, അത് നമ്മുടെ കണ്ണു വെച്ചായി. ഞാൻ ടമല്ലോ എന്ത് വേണമെങ്കിലും ചോദിച്ചു, പക്ഷെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. കുറച്ച് പണിയെങ്കിലും പോലീസിന് ചെയ്യാൻ അനുവദിക്കൂ. ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യൂ. യെസ് സർ. താങ്ക് യു. നിങ്ങൾ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവരെന്നെ ഒരു അടിമയാക്കി മാറ്റുമായിരുന്നു. ഓട്ടോബായ് അവരുടെ ഗ്രൂപ്പ് വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ലായിരുന്നു. ഓട്ടോ ബൈ. താങ്ക്സ് ഒക്കെ എന്തിനാ പറയുന്നത്? നീ നമ്മുടെ ആളല്ലേ? പക്ഷെ ഇത് എന്റെ പെങ്ങളാണ്. അതെ, ഞാൻ ഹണിയുടെ പെങ്ങളാണ്. ഇനി എന്താ എന്റെ ആങ്ങളെ ഹണിയാണ്. അതെ, പ്രിറ്റിയും ഞാനും ഒന്നാണ്. ഇടെ ഒന്ന് സെന്റിമെന്റ്സ് മതിയാക്ക്. ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വല്ലാതെ കരച്ചിൽ വരും, ഞാൻ പറഞ്ഞേക്കാം. ഞാനെന്നാ ഒരു കാര്യം പറയട്ടെ, ഇനി മുതൽ മുന്നിയാണ് ബായിയുടെ പെങ്ങൾ. എനിക്ക് ആങ്ങളെന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മാനം കെടുത്തുന്നത്? എന്ത് മാനം കെടുത്തിയെന്നാ? ഞാൻ പറയുന്നത് കേക്കട കഴുതേ. പക്ഷെ ഇതുവരെ അങ്ങ് പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? എന്റെ അമ്മോ, ഞാൻ എങ്ങനെ ഇവനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കും? ഓട്ടോ ബോയ്, അവനോടൊന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി പഞ്ചറാവും. അതെ, ഇവര് രണ്ടുപേരും ബുദ്ധിയുടെ കാര്യത്തിൽ ആങ്ങളെയും പെങ്ങളും തന്നെയാ. സംശയമുണ്ടോ? ദൈവം മറന്നി തന്നെയാണ് ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിച്ചത്. നല്ല രസം തോന്നുന്നുണ്ട്. അന്തരീക്ഷം വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് കാണുമ്പോഴുള്ള സന്തോഷം തീർച്ചയായിട്ടും മറ്റെന്ത് കണ്ടാലും കിട്ടില്ല. സംശയമുണ്ടോ? കൊച്ചളിയ നോക്ക്, ഫുട്ബോൾ. കഴുതേ, അത് നമ്മുടെ ഭൂമിയാണ്. പക്ഷെ കാണാൻ നല്ലൊരു ബോളിനെ പോലെയുണ്ട്. അമ്മാവൻ ഉണ്ടാക്കിയ ഒരു പേടകം അതിലയച്ചു നിങ്ങളെ അന്തരീക്ഷത്തിൽ. അടികൈ. അന്തരീക്ഷത്തിൽ എവിടെയോ ഒരു ചെറിയ ലൈറ്റ് പോലെ ഒരു ഗ്രഹം കാണുന്നുണ്ട്. ഇവരവിടെ പോയി അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കണം. മാഡം, പക്ഷെ ഈ റോക്കറ്റിനെ ആരാണ് പറപ്പിക്കുന്നത്? ഞങ്ങളത് ഭൂമിയിൽ നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യുകയാണ്. ശരി, എന്നാ നിങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങളുമായി എപ്പോഴും കോണ്ടാക്റ്റിലായിരിക്കണം. ഞങ്ങൾക്ക് ഇവിടെ നിന്നും എല്ലാം കാണാൻ സാധിക്കും. ഓക്കേ മാഡം. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് കൊച്ചു കൊച്ചു ഭൂമികൾ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയല്ല, ബോംബ് പോലത്തെ എന്തോ ഒരു സാധനമാണ്. അന്തരീക്ഷത്തിലും ദീപാവലി ആഘോഷിക്കുമോ? കഴുതേ, ഇത് ദീപാവലിക്ക് പൊട്ടിക്കുന്ന ബോംബല്ല. എന്റെ കുട്ടികളെ, നിങ്ങളെ ആരോ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. മുത്തശ്ശ, ആരാണിത്? എനിക്കറിയില്ല. പ്രശ്നം എന്താന്ന് വെച്ചാ
റോക്കറ്റിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഇപ്പോൾ ഡാമേജ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെ ഇനി എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക? ദേ നോക്കൂ കുട്ടികളെ, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒരു ഗ്രഹത്തിൽ ലാൻഡ് ചെയ്യിക്കുവാൻ പോവുകയാണ്. അവിടെ ഓക്സിജൻ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. കുറച്ച് ദിവസം അവിടെ താമസിക്ക്. ഞാൻ റെസ്ക്യൂ ടീമിനെ ഉടനെ അയക്കാം. എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാല് നമ്മളെന്തോ വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? കൺട്രോൾ സിസ്റ്റം ഡാമേജ് ആയിരിക്കാണ്. നമ്മൾ മാനുവലായി തന്നെ റോക്കറ്റിനെ കൺട്രോൾ ചെയ്യണം. റോക്കറ്റ് എന്തോ പ്രശ്നമായെന്നാ തോന്നുന്നേ. അല്ല അല്ല, റോക്കറ്റ് തീപിടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? മുത്തശ്ശനെ കോണ്ടാക്ട് ചെയ്യാനും കഴിയുന്നില്ല. നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യണം. സൂക്ഷിച്ച്, അതാ നോക്ക്, വലിയൊരു കല്ല് വരുന്നുണ്ട്. ഏലിയൻസ്, ഏലിയൻസ്, രക്ഷിക്കേ, രക്ഷിക്കേ. നമ്മൾ എവിടെയാ എത്തിയിരിക്കുന്നത്? നമ്മൾ ഏതോ ഗ്രഹത്തിൽ വന്നിരിക്കുന്ന തോന്നുന്നേ. അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എല്ലാവരും ജാഗ്രത പാലിക്കൂ. Touch me not. മാറി നിൽക്ക. വെൽക്കം, വെൽക്കം. പിഗേ ഗ്രഹത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിഗേരിയുടെ സ്വാഗതം. മലേറിയ എന്ന് കേട്ടിട്ടുണ്ട്. ഈ പിഗേരിയ എന്ന് വെച്ചാ എന്താ? അതെന്റെ പേരാണ് ഏലിയൻ. ഏലിയൻ ഞങ്ങളല്ല, നിങ്ങളാണ്. ഹേയ്, ഹഹാ, ഹായ്ക്ക്, ഹായ്ക്ക്, ഹായ്. നിന്റെ ധൈര്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഗ്രഹത്തിലേക്ക് വന്ന് ഞങ്ങളെ തന്നെ ഏലിയൻ എന്ന് പറയുക. ഈ ഗ്രഹം ഇവരുടേതാണ് ഹണി. ഈ ഗ്രഹത്തിലേക്ക് നമ്മളാണ് വന്നത്. അതുകൊണ്ട് ഇവർക്ക് നമ്മളാണ് ഏലിയൻസ്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. നീ ബുദ്ധിമാനാണല്ലോ. എന്നാ നിന്നെ തന്നെ ആദ്യം റിസർച്ച് ചെയ്ത് കളയാം. എന്ത് റിസർച്ചോ? അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മേൽ ബോംബ് വർഷിച്ച് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തലച്ചോറ് പുറത്തെടുത്ത് റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഗ്രഹത്തിൽ എന്ത് ചെയ്യുന്നുവോ അത് തന്നെയാണ് ഞങ്ങളും ഇവിടെ ചെയ്യുവാൻ പോകുന്നത്. കാരണം ഈ ഗ്രഹം എന്റേതാണ്. ഞങ്ങളെക്കാളും അധികം ബുദ്ധിയുള്ളത് ബണ്ണിക്കാണ്. സംശയമുണ്ടോ? എടാ പൊപ്പട്ടെ, നീ ആവശ്യമില്ലാതെ എന്നെ എന്തിനാ കൊടുക്കുന്നത്? ഇദ്ദേഹത്തിന് നിന്നെ റിസർച്ച് ചെയ്യേണ്ടത്. എന്നെ എന്തിനാ? വഴക്കു വേണ്ട. ഇതെന്റെ ഗ്രഹമാ. ഞാൻ പറയുന്നത് അനുസരിക്കണം. മനസ്സിലായല്ലോ? നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇവിടെ റിസർച്ച് ചെയ്യും. കാരണം ഞങ്ങളുടെ ഗ്രഹത്തിൽ ഏത് ഏലിയൻ വന്നാലും ഞങ്ങൾ അവരെ റിസർച്ച് ചെയ്തിരിക്കും. നിങ്ങൾക്കറിയാമോ ഒരാളെ റിസർച്ച് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്? എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു സയന്റിസ്റ്റിനോട് ചോദിക്കുകയാണോ? ആദ്യം നിന്നെ ബോധം കെടുത്തണം, എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ കിടത്തണം. അല്ല, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അല്ല, അതെന്താണ്? നിങ്ങൾ ആദ്യം ഞങ്ങളെ പിടിക്കണം. ഓടിക്കോ. ഇങ്ങോട്ട് വാടാ കഴുതേ. പിടിക്കവരെ, പിടിക്കേ. വേഗം വിടരുത്, അവനെ പിടിക്കേ.
അതിലേ പോ. അമ്മച്ചി നമ്മൾ കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. കൊച്ചലെ എന്താ ചെയ്യാ? വേഗമാ മുളയെടുക്ക്. അവർ ഒരുപാട് പേരുണ്ട് ബണ്ണി, ഒരുപാട് പേര്. വേഗം എടുക്കുന്നേ, നമുക്ക് എന്തായാലും നേരിടാം. ഇട ഞാൻ പറയുന്നത് കേക്ക്, അവരെ നമുക്ക് നേരിടാൻ കഴിയില്ല, കാരണം അവർ ഒരുപാട് പേരുണ്ട്. നേരിടുകയല്ല, രക്ഷപ്പെടുകയാണ് വേണ്ടത്. ഈ മുളയ്ക്ക് വലിയ ഭാരമാണ്, എനിക്ക് പൊക്കിയെടുക്കാൻ സാധിക്കില്ല. സംശയമുണ്ടോ? നിനക്കതിന്റെ ആവശ്യം എന്താണ് ഉള്ളത്? നീ പറന്നു പോകാൻ നോക്ക്. ആ വെപ്രാളത്തിനിടയ്ക്ക് ഞാനത് മറന്നുപോയി. സംശയമുണ്ടോ? വേഗം വാ, ഈ ട്രോളിയിൽ കയറിക്കോ. വിടരുത്, വേഗം അവരെ പിടിക്ക. എങ്ങനെയാ പിടിക്കുക? അവര് പോയല്ലോ. വേഗം ട്രോളി എടുത്തോ. ആരാണ് ഇടിയേറ്റ്? ഞാൻ പീഡിയറ്റല്ലേ. വേഗം പോയി പറയുന്നത് ചെയ്യേ. ഓക്കേ. ഇഡിയറ്റ്, നമ്മുടെ വണ്ടി നശിപ്പിച്ചല്ലേ. അവരുടെ ട്രോളി നശിച്ചല്ലോ. വേഗം പോ, വേഗം പോയി അവരെ പിടിക്ക. നമ്മൾ കുടുങ്ങിയെന്നാ തോന്നുന്നത്. ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന നമുക്ക് ഗ്രഹത്തിന് പുറത്തു പോകാൻ കഴിയില്ല. ആക്രമിച്ചേ മതിയാകൂ. വേഗം പിടിക്കവരെ. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു രക്ഷയുമില്ല. ഞങ്ങൾ ആയിരങ്ങളുണ്ട്. മര്യാദയ്ക്ക് സറണ്ടർ ആവുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ല, ഞങ്ങൾ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. എല്ലാവരും മാറി നിൽക്ക്. പേടിക്കില്ല, ഞങ്ങൾ ഒരിക്കലും പേടിക്കില്ല. ഞങ്ങളെ കൊന്ന് ഞങ്ങളുടെ ബ്രെയിൻസ് റിസർച്ച് ചെയ്യാൻ നോക്കല്ലേ നിങ്ങള്. ഞങ്ങൾ ആരെയും ഇവിടെ കൊല്ലാൻ പോകുന്നില്ല. നമ്മൾ കുടുങ്ങി. ഇനി മുകളിലുള്ള ആളെ കൊണ്ട് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയൂ. സംശയമുണ്ടോ? ശത്രുക്കൾക്ക് എല്ലാവർക്കും ശത്രു. അതാണ് ഈ പിഗ് മാൻ. പിഗ് മാൻ, പിഗ് മാൻ. ആരാണ് ഈ പിഗ് മാൻ? ഇവൻ എപ്പോഴും നമുക്ക് ശല്യമായിരിക്കുകയാണല്ലോ. ഗാൻഡക്കോൾ ഇവിടെ എവിടെയോ ഉണ്ട്. അവൻ ഇപ്പോൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് വന്നിരിക്കുന്നു. ഉടൻ തന്നെ ലബോറട്ടറിയിലേക്ക് പോകാം.
ഡാഡ് ഞാൻ എന്താ എപ്പോഴും താഴേക്ക് വീണു പോകുന്നത്? ദാ നോക്കു മോനെ, ആകാശം എന്ന് വെച്ചാൽ നക്ഷത്രങ്ങൾ ഉണ്ടാവും, പൂച്ച എന്ന് വെച്ചാൽ നഖങ്ങൾ ഉണ്ടാവും. പലഹാരം വാങ്ങണമെങ്കിൽ നമ്മൾ പലഹാരക്കടയിൽ തന്നെ പോകണം. കയ്യിൽ മനോഹരമായ വളകൾ ഇടണമെങ്കിൽ തീർച്ചയായും നമ്മൾ ചന്തയിലേക്ക് തന്നെ പോകണം. പക്ഷെ ഡാഡ് ഞാൻ താഴെ വീഴുന്നതിനും ഇതിനും എന്ത് ബന്ധമാണുള്ളത്? ദാ നോക്കു മോനെ, നീ പറഞ്ഞതിനും ഇതിനും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്ന് എനിക്കറിയാം. സോറി ഡാഡ്, ഞാൻ അറിയാതെ ചോദിച്ചതാ. റോക്ക് ഓൺ ഡാഡ്. അതൊക്കെ പോട്ടെ മോനെ, ഇവരൊക്കെ ആരാണെന്ന് ആദ്യം പറയൂ. ഞങ്ങൾ ഈ ഗൃഹത്തിൽ വന്ന് കുടുങ്ങിയവരാണ്. ഞാൻ ഹണി, ഇത് ബണ്ണി, ഇത് സോർദ, ഇത് പോപ്പട്ട്. ഗ്ലാഡ് ടു മീറ്റ് യു. സുഹൃത്തുക്കളാണ് ഡാഡ്, സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് വരിക. ഞങ്ങളെ പിഗേറിയെ പിടികൂടിയതാ, പക്ഷെ അങ്ങയുടെ മകനാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. പിഗേറിയ? കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാനും പിഗേറിയും തമ്മിൽ ഒന്ന് തെറ്റി. അവൻ എന്നോട് ദേഷ്യമാണ്. എന്റെ മുഖം കാണുന്നത് പോലും അവന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ മുകളിൽ താമസിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളെങ്ങാനും എന്റെ കൂടെ ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അവൻ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും ചെയ്യില്ല ചാ, ഒന്നും ചെയ്യില്ല അയാൾ, ഒന്നും ചെയ്യില്ല അയാൾ, ഒന്നും തന്നെ ചെയ്യുകയില്ല. യുണോ, പേടിക്കാതെ ഇരിക്ക്. ഇവരൊക്കെ ആരാണെന്ന് ആദ്യം പറയൂ. അല്ല, നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാ എല്ലാരും പിഗ്മാൻ എന്ന് വിളിക്കുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. ഡാഡ്, എല്ലാരും എന്തിനാണ് എന്നെ പിഗ്മാൻ എന്ന് വിളിക്കുന്നത്? നോക്കു മോനെ, മാൻ എന്ന് വെച്ചാൽ ആണ്, ആണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും, ആർക്കും വേണ്ടാത്ത പണിയെടുക്കും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ആണെന്ന് വെച്ചാൽ അടങ്ങാത്തവനാണ്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവനുമാണ്. ഡാഡ്, എന്നെ പിഗ്മാൻ എന്ന് വിളിക്കുന്നതിനും ഇതിനും എന്ത് ബന്ധമാണുള്ളത്? ഇതാണ് നിന്റെ പ്രശ്നം. എന്തിനാണ് അവർ നിന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് നീ ഇവിടുത്തെ സൂപ്പർ ഹീറോയാ, അതുകൊണ്ടായിരിക്കാം നിന്നെ എല്ലാരും പിഗ്മാൻ എന്ന് വിളിക്കുന്നത്. ഓ യെസ് യെസ്, ഇത് തന്നെയായിരിക്കും കാരണം. ശത്രുക്കൾക്ക് എല്ലാവർക്കും ശത്രു, അതാണ് പിഗ്മാൻ, പിഗ്മാൻ, പിഗ്മാൻ. അല്ല, ആരായി ശത്രു? നിങ്ങളെ ഒരുത്തും പിടിച്ചു വെച്ചിരുന്നില്ലേ? അവൻ പിഗേറിയല്ലേ, പിന്നെന്തിനാ അവനെ ശത്രു എന്ന് പറയുന്നത്? അതറിയില്ല, സ്റ്റൈലായിട്ട് എന്തെങ്കിലും പറയണമെന്ന് വെച്ചിട്ട് പറഞ്ഞു പോയതാ. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നിയാൽ ഞാൻ പറയും. തലക്കകത്ത് ഒന്നും ഇല്ലാത്തോണ്ടാണേ. എന്റെ തലക്കകത്ത് ഒന്നുമില്ല. റോക്ക് ഓൺ ബ്രോ. നമുക്ക് എന്തായാലും ഇനി അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം. പിഗേരിയോട് ശത്രുത ഉണ്ടാക്കി നീ എന്തിനാണ് ഞങ്ങളെ രക്ഷിച്ചതാ? എനിക്ക് പിഗേരി എന്ന് വെച്ചാൽ ഇഷ്ടമല്ല. ഈ ഗ്രഹത്തേക്ക് ആര് തന്നെ വന്നാലും അവരുടെ ബ്രെയിൻ എടുത്ത് അവൻ റിസർച്ച് ചെയ്യും. അന്യഗ്രഹത്തിലെ ആൾക്കാരുമായിട്ട് നമ്മൾ സുഹൃത്തുക്കളായിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ അവിടുന്ന് രക്ഷപ്പെടുത്തിയത്. ഭൂമിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല, പക്ഷെ എന്റെ ജ്യേഷ്ഠൻ അവിടെ പോയിട്ടുണ്ട്. അവനൊരു ആസ്ട്രോനോട്ട് ആണ്. അയാളിപ്പോ എവിടെയാ? എന്തോ ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ച് അദ്ദേഹം ഇപ്പൊ ഭൂമി തന്നെ ഉണ്ട്. ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഭൂമിയിലെ ആൾക്കാർ നല്ലവരാണെന്ന്. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. അദ്ദേഹം നല്ലവനാണ്. നിന്റെ ചേട്ടൻ ഒന്നും തന്നെ സംഭവിക്കില്ല സുഹൃത്തെ. ഞങ്ങൾ ഭൂമിയിലേക്ക് പോയി അവനെ കണ്ടുപിടിച്ച് ഇവിടേക്ക് തിരിച്ചയക്കും. ഓ, യു ആർ സോ സ്വീറ്റ്. എന്നാൽ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരുക? റോക്കറ്റ് കേടായി. ബ്രിഗേഡിയുടെ ആൾക്കാർ ഇപ്പോൾ പുറകിലുണ്ട്. ഡോണ്ട് വറി ബ്രോ, അവർ ഒരിക്കലും നിങ്ങളെ കണ്ടെത്തില്ല, അല്ലേ ഡാഡ്? ശരിയാണ് മോനെ, ശരിയാണ് മോനെ, ശരിയാണ്. അവർ എവിടെയൊക്കെ പോയി അന്വേഷിച്ചാലും ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. കൊള്ളാം കൊള്ളാം, നീ അവരെ രക്ഷപ്പെടുത്തി. സത്യം പറഞ്ഞാൽ അവർക്ക് പോലും അവരെ രക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ഞാൻ ഇപ്പൊ പോവുകയാണ്. എനിക്ക് കുറച്ച് പണി ബാക്കിയുണ്ട്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഇവരെ നന്നായിട്ട് നോക്കണേ മോനെ. ഇവൻ കാരണം എന്റെ പണി തീരുമെന്നാണ് തോന്നുന്നത്. ഉടൻ തന്നെ ഞാൻ പോയി പിഗേറിയോട് പറയണം ശത്രുക്കൾ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അവരെവിടെയാണ് പോയി തൊലഞ്ഞത്? ആകാശം വിഴുങ്ങിയോ അതോ ഭൂമി അവരെ എടുത്തോ? പിഗോല, ഒളിച്ചോടി. നിനക്ക് എന്റെ മുന്നിലേക്ക് വരാൻ എങ്ങനെ ധൈര്യമുണ്ടായി? എന്റെ മുന്നിലേക്ക് നീ ഒരിക്കലും വരരുത്. നിന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. നിൽക്ക് നിൽക്ക് നിൽക്ക്, പറയുന്നത് ഒന്ന് കേൾക്ക്. എന്റെ പൊന്നു പിഗേറിയ, ലുക്ക്. സന്ധ്യ കഴിഞ്ഞാൽ വെളിച്ചമില്ല, പകൽ സമയത്ത് ഇരുട്ടുമല്ല. എന്താ ശരിയല്ലേ?
നല്ലൊരു കാര്യം പറയാൻ വരുമ്പോൾ നീ എന്റെ നാവിനെ പിടിച്ചടക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. അതിനെ നശിപ്പിക്കാൻ നോക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. നീ എന്റെ ടീമിനെ പറ്റിച്ച് എന്നെ വിട്ടുപോയി. നമ്മുടെ ഗ്രഹത്തെ രക്ഷിക്കാനായിട്ട് നീ സഹായിച്ചില്ല. എനിക്ക് നിന്റെ മുഖം പോലും കാണണ്ട. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഗെറ്റ് ഔട്ട്. അങ്ങനെ വലിയ വാക്കുകളൊന്നും പറയരുത്. ഞാനൊരു നല്ല വാർത്തയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കാരണം ആ ഏലിയൻസ് എന്റെ വീട്ടിലാണ് ഉള്ളത്. അവർ എന്റെ മോന്റെ സുഹൃത്തുക്കളായിരിക്കുകയാണ് ഇപ്പോൾ. അവരെ കുറിച്ച് അറിയാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇഡിയറ്റ്, ഉടൻ തന്നെ നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോ. അത് ശരി, പക്ഷെ എങ്ങോട്ടാ പോകേണ്ടതോ? ഇഡിയറ്റ്, ഇവന്റെ വീട്ടിലേക്ക് പോ. എന്നിട്ട് ഏലിയൻസിനെ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുപോവാ. എല്ലാവരെയും പിടിച്ചോണ്ട് വരണോ? വേണ്ട, രണ്ടുപേരെ അവിടെ ഗോട്ടി കളിക്കാനായിട്ട് നിർത്തിയിട്ട് വാ. അവർ നന്നായിട്ട് ഗോട്ടി കളിക്കും. പക്ഷെ അതിൽ ആരെയാ വിട്ടിട്ട് വരേണ്ടത്? അങ്ങ് വീണ്ടും മറന്നു പോയി. എന്റെ പേര് ഇഡിയറ്റ് എന്നല്ല, പീഡിയറ്റ് എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ വിളിക്കേ, പീഡിയറ്റ്. ഓ എന്റെ പൊന്നു പീഡിയറ്റ്, പെട്ടെന്ന് പോയി അവരെ പിടിച്ചോണ്ട് വാ. ഓക്കേ. പക്ഷെ ഒരു കാര്യം ഓർമ്മയിരിക്കട്ടെ, എന്റെ മോനൊന്നും സംഭവിക്കാൻ പാടില്ല. ഓക്കേ. നീ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൂടുന്നത്? പച്ചമുളക് മുഴുവൻ കഴിക്കുന്നത് പിഗ്മേൻ ആണ്, നീ അല്ല. പച്ചമുളക് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇതിൽ എനിക്ക് ഒരുപാട് എനർജി കിട്ടും. പൊപ്പട്ടണം കിട്ടണം എനർജി. അതെയോ, അത് കൊള്ളാലോ. റോക്ക് ഓൺ ബ്രോ. ഇന്നാ കഴിക്ക് കഴിക്ക് കഴിക്ക്. റോക്ക് ഓൺ. ഒരുപാട് എനർജി കിട്ടിയിരിക്കുന്നു. പോപ്പറ്റ് ഇപ്പൊ ഒരു ഡ്രാഗൺ ആയിരിക്കുകയാണ്. പീഡിയറ്റ് എത്തിപ്പോയി. അതെ, ഒരു മിനിറ്റ്. നിങ്ങൾ ആരാണ്? ഈ പിഗോളയുടെ മകൻ? ഒരു പിഗിന്റെ മകൻ പിഗായി തന്നെ ഇരിക്കും. അതൊരിക്കലും പോപ്പറ്റോ ഒരു പൂച്ചയായിരിക്കില്ല. സംശയമുണ്ടോ? ഓ യെസ് യെസ്. നിങ്ങളൊക്കെ മാറി നിൽക്ക്. പിഗോള പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന്. എന്ത് ഡാഡ് പറഞ്ഞെന്നോ? ഓ, അദ്ദേഹമാണ് പറഞ്ഞത് ഏലിയൻസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഞങ്ങൾക്ക് അവരെ പിടിച്ച് പിഗേരെ അടുത്തേക്ക് കൊണ്ടുപോകണം. പക്ഷെ എങ്ങനെ ഞങ്ങളെ പിടിക്കും? നിങ്ങൾ വല്ല കയറും കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ നോ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ വലയുണ്ടല്ലോ. അല്ല, വല വെച്ച് നിങ്ങൾക്ക് മീനെ പിടിക്കാൻ കഴിയൂ, മൃഗങ്ങളെ പിടിക്കാൻ കഴിയില്ല. സംശയമുണ്ടോ? എനിക്കിപ്പോൾ ചെറിയ സംശയം തോന്നുന്നുണ്ടോ? ഒരു ചെറിയ കയർ തരുവോ പ്ലീസ്? ഞങ്ങൾ എന്തിനാ തരേണ്ടത്? ഞങ്ങളുടെ കയറ് ഞങ്ങൾ തരില്ല. ഓക്കെ, എന്നാ ഞാൻ പോവാ. അദ്ദേഹത്തിന്റെ പേര് ഇഡിയറ്റ് എന്നല്ല, പീഡിയറ്റ് എന്നാണ്. ഓ കേട്ടോ കേട്ടോ കേട്ടോ, ഈ ഏലിയൻസിന് പോലും കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയുന്നു, പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഓക്കെ പീഡിയറ്റ്, നമുക്ക് ഇവരെ കൈകൊണ്ട് പിടിച്ചു കൊണ്ടുപോകാം. നീ പറഞ്ഞത് ശരി തന്നെയാ. പിടിക്കോ. അത്ര എളുപ്പത്തിൽ എന്നെ പിടിക്കാൻ കഴിയോ? ഒന്ന് പിടിച്ച് കാണിക്ക. Ringa ringa idiots, pocket full of idiots. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് തൊടാൻ പോലും പറ്റില്ല, മനസ്സിലായോ? തൊടാതെ എങ്ങനെയാണ് പിടിക്കാൻ കഴിയുക? തൊട്ടാലല്ലേ പിടിക്കാൻ കഴിയുള്ളൂ. That's a good point. ഈ പിഗ്മാൻ ഉള്ളപ്പോ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല.
അയ്യോ ഇവനൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതിന് വഴിയുണ്ട്. വേഗം ഇക്കിളി കൂട്ട്. ബണി ബോധം കെട്ട് വീണു. എടാ ആനക്കുട്ടി, ബണ്ണിയുടെ പുറത്തുനിന്ന് എഴുന്നേക്ക്. എല്ലാരും കിട്ടിപ്പോയി. എന്തായാലും ബോസ് വല്ലാതെ സന്തോഷിക്കും. വാ പോകാം. പിഗോലയുടെ മോനെ എന്താ ചെയ്യുക? അവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. എന്റെ കോളി എത്തിപ്പോയടാ. വേഗം വാ, നമുക്ക് ഇവിടുന്ന് ഉടനെ പോകാം. വരൂ വരൂ, വെൽക്കം. നിങ്ങൾ എന്താണ് കരുതിയത്? ഞങ്ങളുടെ ഗ്രഹത്തിൽ വെച്ച് ഞങ്ങളെ അങ്ങ് പറ്റിച്ചു കളയാമെന്നോ? ഈ ഗ്രഹം എന്റെ അമ്മയാണ്. നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് വന്ന അതിഥികളെ എങ്ങനെയാണോ ചെയ്യുന്നത്? അതിഥികളോ? ഏലിയൻസ് ഒരിക്കലും അതിഥികളല്ല. ഞങ്ങളുടെ റിസർച്ചിനുള്ള ഇരകളാണ്. നീ എന്തിനാണ് ഞങ്ങളുടെ ബുദ്ധിയെ ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നത്? ഭൂമിയിലുള്ളവരുടെ ബുദ്ധി വളരെ പവർഫുൾ ആണ്. ഞങ്ങളുടെ ബുദ്ധിയും പവർഫുൾ ആണ്. പക്ഷേ നിങ്ങളുടെ അത്ര പവർഫുൾ അല്ല. ഗണ്ടക്കോളുമായി ഞങ്ങൾക്ക് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പോലുള്ളവരുടെ ബുദ്ധി ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. യുദ്ധം ചെയ്യാൻ ബുദ്ധിയുടെ ആവശ്യമേ ഇല്ല. അതിന് വേണ്ടത് ശക്തിയാണ്. ഗണ്ടക്കോളിന്റെ അടുത്ത് ശക്തി കാണിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അല്ല, ഈ ഗണ്ടഗോൾ എന്ന് വെച്ചാൽ ആരാണ്? ഗൻഡാലാൻഡിന്റെ രാജാവാണ്. അവൻ വളരെ വലുതും ആപത്ത് നിറഞ്ഞവനുമാണ്. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. അവൻ ഞങ്ങളുടെ ഗ്രഹത്തിലെ ആൾക്കാരെയെല്ലാം അറ്റാക്ക് ചെയ്ത് അവരെ പൊക്കിക്കൊണ്ട് ഗൻഡാലാൻഡിലേക്ക് പോവുകയാണ്. അവരെ വിടുകയുമില്ല. അപ്പൊ ആരാണ് നിങ്ങളുടെ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തുന്നത്? അവരെങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? അവര് വരാറില്ല. ഗൻഡക്കോൾ അവരെയെല്ലാം നശിപ്പിക്കുകയാണ്. അവരെ എല്ലാവരെയും വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്റെ ഗ്രഹത്തിൽ ഞാൻ സമാധാനമായി ജീവിക്കുമായിരുന്നു. ഇനി ഞാൻ ഇത് അനുവദിക്കുകയില്ല. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. അപ്പൊ അച്ഛനാരാണ്? അതെ അതെ, ഞാനിത് തന്നെ ആലോചിച്ചത്. ആരാ അങ്ങയുടെ അച്ഛൻ? നോക്കൂ, അവനെ നമുക്ക് ശക്തി കൊണ്ട് നേരിടാം. നീ പിടിക്കുമെന്നോ? അവനെ പിടിക്കാൻ നിന്നെ കൊണ്ടൊന്നും കഴിയുകയില്ല. പീഡിയറ്റിനെ കൊണ്ടുപോലും സാധിക്കാത്ത കാര്യങ്ങൾ നിന്നെ കൊണ്ടൊക്കെ സാധിക്കുമോ? പക്ഷെ ഇവൻ ഇഡിയറ്റ് അല്ലേ? ഇഡിയറ്റ് അല്ല, ഞാൻ പീഡിയറ്റ് ആണ്. ആ, അങ്ങനെയും പറയാം. എന്നാൽ നിന്റെ അടുത്ത് ബുദ്ധി എന്ന് പറയുന്ന സാധനമില്ല. എന്നാൽ ഞങ്ങളുടെ അടുത്ത് മാത്രമേ അതുള്ളൂ. സംശയമുണ്ടോ? സർ, ഇവര് പറയുന്നൊന്നും കേൾക്കരുത്. ഗണ്ടഗോൾ നമ്മുടെ ഗ്രഹത്തിനകത്ത് തന്നെ ഉണ്ട്. എന്റെ ഗ്രഹത്തിൽ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇല്ല, ഇതെല്ലാം എനിക്കറിയാം. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. ഗൻഡോകോൾ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ലബോറട്ടറിയുടെ എല്ലാ സെക്യൂരിറ്റി സിസ്റ്റവും ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇവരെ എന്താണ് ചെയ്യുക? ഇവരെ റൂമിലേക്ക് കൊണ്ടുപോയി അടച്ചിട. റൂമിലേക്ക് കൊണ്ടുപോയി ഏതിലാണ് അടച്ചിടേണ്ടത്? ബോക്സിലാണോ അലമേരയിലാണോ? ഒന്ന് കൺഫേം ചെയ്യ്. നീ എന്തിനാ ആവശ്യമില്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നത്? ബോക്സിനകത്ത് ഞങ്ങളെ ഒരിക്കലും കൊള്ളുകയില്ല. ഞങ്ങൾ അലമാരയ്ക്ക് അകത്ത് വെച്ച് തന്നെ പൂട്ടിക്കോ. ഏയ്, ഞാൻ നിങ്ങളെ റൂമിനകത്ത് തന്നെ വെച്ച് പൂട്ടും. നാളെ രാവിലെ ഇവരെ നമുക്ക് റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്ത് രക്ഷപ്പെടണമെങ്കിൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പുറത്തു ചാടണം. അതിനുള്ള വഴി കണ്ടുപിടിക്കാം. എന്റെ മോനെ,
മോനെ 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 എന്താണ് നിനക്ക് സംഭവിച്ചത്? നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ഞാൻ ഒരിക്കലും കരുതിയില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ഡാഡ്? ഡാഡ് എന്തിനാണ് ഇങ്ങനെ പറ്റിച്ചത്? ദാ നോക്കു മോനെ, ഈ ലോകത്തിൽ എല്ലാവരെയും പറ്റിക്കുന്നതാണ്. കറണ്ട് ഇല്ലാത്ത വീട്ടിൽ പോലും കറണ്ട് ബില്ല് അടയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ എന്റെ ചോദ്യത്തിനും ഇതിനും എന്താണ് കണക്ഷൻ ഉള്ളത്? എല്ലാ കാര്യത്തിനകത്തും കണക്ഷൻ നോക്കരുത് എന്റെ പൊന്നുമോനെ. ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേട്ടോ. അവരുമായിട്ട് നമുക്ക് കൂട്ടുവേണ്ട. കാരണം അവർ ഏലിയൻസ് ആണ്, അവർ ആപത്താണ്. അതുകൊണ്ടാണ് ആ ഏലിയൻസിനെ ഞാൻ പറ്റിച്ചത്. പക്ഷെ ആ ഏലിയൻസ് എന്റെ കൂട്ടുകാരാണ്. കൂട്ടുകാർ. അവർ കൂട്ടുകാരല്ല മോനെ, അവർ ഏലിയൻസ് ആണ്, വെറും ഏലിയൻസ്. ജ്യേഷ്ഠനെ കുറിച്ച് ആലോചിച്ചു നോക്ക്. നന്നായിട്ട് ആലോചിക്ക്. ഇതുപോലെ ജ്യേഷ്ഠനെ സംഭവിച്ചിരുന്നെങ്കിലോ? നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്ക്. ചേട്ടന്റെ ബുദ്ധി അവർ അഴിച്ചെടുത്ത് ഭൂമിയിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഭൂമിയിൽ ഇവർക്കൊരു കുടുംബം ഉണ്ടാകും. നമ്മൾ ജ്യേഷ്ഠന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ അവിടെ ഇവരെയും ആരെങ്കിലും ഒക്കെ കാത്തിരിക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഒന്ന് ആലോചിച്ചു നോക്കൂ. സോറി മോനെ, ഞാനൊന്നും ആലോചിച്ചില്ല. നീ എന്നോട് ക്ഷമിക്ക്. ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ഞാൻ നിന്നെ തീർച്ചയായും സഹായിക്കും. അവരെ രക്ഷിക്കാൻ ഞാൻ നിനക്ക് എല്ലാ സഹായവും ചെയ്തു തരാം. റിയലി ഡാഡ്? റെസ്ക്യൂ ടീമിനെ അയക്കാനായിട്ട് എത്ര സമയം എടുക്കും? തീർച്ചയായിട്ടും ഒരു ദിവസമെങ്കിലും എടുക്കും. എന്റെ കുട്ടികൾ, അവരവിടെ എന്ത് ആപത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അറിയില്ല. തുണികൾ മടക്കി വെക്കാൻ പറ്റിയത് പെട്ടികളാണ്. അമ്മാവ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവർ കുട്ടികളാണ്. ദേ നോക്ക്, നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടികളെ രക്ഷിക്കുവാനായിട്ടുള്ള പണികൾ തുടങ്ങിക്കോളൂ. എനിക്ക് വല്ലാതെ പേടിയാകുന്നുണ്ട്. അവരവിടെ സഹായിക്കാനായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. സഹായത്തിനായി ഞാനുണ്ട്. പിഗ്മാൻ, പിഗ്മാൻ, പിഗ്മാൻ. ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരിഹാരം കാണണം. ഞാൻ തീർച്ചയായിട്ടും അവരെ രക്ഷിക്കാം. നീ വിഷമിക്കണ്ട മോനെ. എന്നാൽ വേഗമാകട്ടെ, ഇപ്പൊ നേരം വെളുക്കാൻ പോവാണ്. റിസർച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളിവിടെ എത്തിയിരിക്കണം. റോക്ക് ഓൺ ഡാഡ്. ആ ശരി മോനെ, റോക്ക് ഓൺ മോനെ, റോക്ക് ഓൺ. നമ്മുടെ ബുദ്ധി പുറത്തേക്ക് എടുത്താൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുക? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബുദ്ധി ഇല്ലാന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഐ ആം ഓൾവേസ് റൈറ്റ്. ഈ പൂച്ച നല്ല പോസിറ്റീവ് ആണ്. നമുക്ക് ഇവനെ വെച്ച് ആദ്യം റിസർച്ച് ചെയ്യാം. സ്കാനിങ് തുടങ്ങിക്കോളൂ. ഇവന്റെ തലയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം. വേണ്ട, വിട്ടേക്ക്. അങ്ങനെ ചെയ്യരുത്. തലയ്ക്കകത്തൊന്നും തന്നെയില്ല. ചിലർക്ക് ബുദ്ധി തലയ്ക്കകത്തല്ല, കാലിനകത്തുണ്ടാകും. ഇവന്റെ കാലുകൾ ഉടനെ സ്കാൻ ചെയ്യേ. കാലിനകത്തുമില്ലല്ലോ. ഇങ്ങനെ ഒരു പീസിന് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെയാണ് ബുദ്ധി പറയേ. അവനത് വീട്ടിൽ വെച്ചിട്ട് വന്നു. സംശയമുണ്ടോ? എനിക്കത് അറിയണമെന്നുണ്ടാ. നീ വീണ്ടും എത്തിയോ? ഞാൻ വന്നതിൽ എന്താ അത്ഭുതം തോന്നുന്നുണ്ടോ? മനോഹരമായ കവിതകളാണ്. ആ കവിതകളെല്ലാം ഈ ബുക്കിനകത്തുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഈ ഗ്രഹം എന്റെ അമ്മയാണ്. നിന്നെ പോലുള്ളവർ ഇവിടെ ജീവിക്കുന്നത് എനിക്കൊരിക്കലും അനുവദിക്കാൻ കഴിയില്ല. നിനക്ക് ബുദ്ധിയാണ് വേണ്ടതെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ. എന്റെ തലയ്ക്കകത്തുള്ള ബുദ്ധി നീ എടുത്തോ. എന്നിട്ട് ഈ കുട്ടികളെ വെറുതെ വിട്ടേക്ക്. അല്ലെങ്കിൽ തീർച്ചയായും അവൻ വരും. ആര്? ശത്രുക്കളുടെ ശത്രു ഇതാ എത്തിപ്പോയി. പിഗ്മാൻ, പിഗ്മാൻ, പിഗ്മാൻ. ഇവന്റെ ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേഗം പിടിക്ക് പിഗ്മാന്.
എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതാണ് പിഗ്മാന്റെ പി ബോംബ്, ശത്രുക്കളുടെ ശത്രു. എന്നാ ഇവൻ എനിക്ക് എന്നും മിത്രം. ടിടിടിടിങ്. നിന്നെ കൊണ്ടൊറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം കഴിയും, എല്ലാം കഴിയും, എല്ലാം കഴിയും. എടാ മണ്ടന്മാരെ, നിന്റെ അമ്മാവന്റെ കല്യാണമാണോ? എന്തിനാ ഇങ്ങനെ കളിക്കുന്നത്? ഡാൻസ് കളിക്കുകയാണെങ്കിൽ ദേ ഈ പാട്ട് കേട്ട് കളിക്ക്. ഹായ് ഹുക്ക് ഹായ് ഹുക്ക് ഹായ് 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 ഹുക്ക് ഹായ് ഹുക്ക് ഹായ് ഹായ് ഹുക്ക് ഹായ് ഹുക്ക് ഹായ് 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 ഹുക്ക് ഹായ് ഹുക്ക് ഹായ് ഹായ് ഹുക്ക് ഹായ് ഹുക്ക് ഹായ്. ഓടിക്കോ മക്കളെ, ഓടിക്കോ. ഇതാ പിടിച്ചോ എന്റെ ഫ്രൂട്ട് ബ്ലാസ്റ്റ്. 30 days try pack. ഇതെന്താ ബ്യൂട്ടി പാർലറാണെന്ന് കരുതിയോ? മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കാനായിട്ട് ധൈര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്. എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. വേണേലൊന്ന് ശ്രമിച്ചു നോക്ക്. ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. പിഗ്മാനോട് ചാലഞ്ച്. പിഗ്മാൻ, ആരും വിടരുത്. എല്ലാരും തീർക്കണം, തീർക്കണം, തീർക്കണം. വേഗം വാ പിഗ്മാൻ, ഇവിടുന്ന് പോകാം. ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. രക്ഷപ്പെട്ടോ. വാക്വം സിസ്റ്റം ഓൺ ചെയ്യേ. ആ പൂച്ചയ്ക്ക് വല്ലാത്ത ബുദ്ധിയാണ്. പിടിക്കവന്. എന്തായാലും അവർ ഒരുപാട് ദൂരം പോയിട്ടുണ്ടാവില്ല. വേഗം അതിൽ കേറാം. വേഗം വാ, പിടിക്ക. അവരുടെ പുറകെ വിട്ടോ. ഇനി നീ എവിടെ പോയി രക്ഷപ്പെടും? ഇവർ ഗണ്ടക്കോളുടെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. നീ വെറുതെ പേടിക്കണ്ട. നമുക്ക് അവരെ പിടിക്കണം. പുറകെ വിട്ടോ. പിങ്കിന്റെ മക്കളെ, എന്റെ അടുത്താണോ നിങ്ങളുടെ കളി? എല്ലാറ്റിനെയും ഞാൻ കാറ്റിൽ പറപ്പിക്കാം. വിട്ടോ.
എന്റെ മിക്സിയും ഗ്രൈൻഡറും റിപ്പയർ ആയിരിക്കുകയാണ്. മാവരയ്ക്കാനും തുണി നനയ്ക്കാനും നിങ്ങളെ ഞാൻ കൊണ്ടുപോവുകയാണ്. എന്റെ ഗോളിനോട് അറ്റാക്കോ? ഞാൻ വിടില്ല, വിടില്ല, ആരെയും ഞാൻ വെറുതെ വിടില്ല. ഗോൾ നശിപ്പിക്കും ശത്രുക്കളെ ഞാൻ. എത്തിപ്പോയി പിഗ്മാൻ, പിഗ്മാൻ, പിഗ്മാൻ. ഹേയ് പിഗ്മാൻ, ഇനി നീ എന്റെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടമാണ്. ഇനി നീ എന്ത് ചെയ്യും? പറയാ. മാപ്പ് പറയും, മാപ്പ് പറയും, മാപ്പ് പറയും. മാപ്പ് പറയും, മാപ്പ് പറയും, മാപ്പ് പറയും. നോക്കു മോനെ, ഇത് മാപ്പ് പറയാനുള്ള സമയമല്ല. ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ജീവൻ പോയാലും ധീരന്മാർ തോക്കാൻ പാടില്ല എന്ന്. അതുപോലെ ആയിരിക്കണം നീ. കാരണം നീ ഒരു നല്ല യോദ്ധാവാണ്. എല്ലാവർക്കും നീ ഒരു നല്ല ഹീറോ ആയിരിക്കണം. പക്ഷെ ഡാഡ്, ഇപ്പോഴത്തെ പ്രോബ്ലത്തിന് ഇതിന് എന്താണ് ബന്ധം? നോക്കു മോനെ, ഇതത്ര നല്ല സമയമല്ല. ഇതിനു മുമ്പ് കാൻഡാക്കോൾ നിന്നെ അറ്റാക്ക് ചെയ്തപ്പോൾ നീ എന്താ ചെയ്തത്? വേഗം നിന്റെ പീൽ ബോംബ് എടുക്ക്. ഓക്കേ ഗോൾ, എന്റെ പക്കൽ നിനക്കായിട്ട് വാട്ടർ ബലൂൺ ബോംബ് ഉണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാ പിന്നെ നിനക്ക് 3 ദിവസം കണ്ണ് കാണില്ല, കാണില്ല, കാണില്ല. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ആരെയും ഞാൻ വെറുതെ വിടില്ല, ആരെയും ഞാൻ വെറുതെ വിടില്ല. ഒരു പിഗിനെയും ഞാൻ വെറുതെ വിടില്ല. എന്റെ കൂട്ടുകാരനെ തല്ലുന്നോ? നിന്റെ പണി ഞാൻ ഇന്ന് തീർക്കും. ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. മാറി നിൽക്ക്. ഗൻഡാക്കോളിൽ നിന്നും എല്ലാവരും മാറി നിൽക്ക്. അത് ശരി, നീ കുടുങ്ങിയല്ലേ എന്റെ അടുത്ത്. നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ടോ. പിടിക്കവനെ. എന്റെ കൂട്ടുകാരൻ എന്താ സംഭവിച്ചത്? അവനെ രക്ഷിക്കൂ പ്ലീസ്. ഇവനെ എത്രയും പെട്ടെന്ന് ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോകൂ. ഇവന്റെ ബുദ്ധിക്ക് എന്തോ പരിക്ക് പറ്റിയിരിക്കുന്നു. അതിന് സാധ്യതയില്ല. ഇവന്റെ തലയ്ക്കകത്ത് ബുദ്ധി എന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. അതെന്താ? എന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോ നിങ്ങക്ക് ബുദ്ധി കണ്ടെത്താൻ കഴിഞ്ഞോ? എനിക്കറിയാം എന്റെ കൂട്ടുകാരനെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന്. പച്ചമുളക് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇത് കഴിച്ചാൽ എനിക്ക് എനർജി കിട്ടും. പിഗിരി അങ്കിൾ, ഇവര് വളരെ നല്ലവരാണ്. പ്ലീസ് ഇവരെ പോവാൻ അനുവദിക്കണം. ഇവരെ റിസർച്ച് ചെയ്യരുത്. ബുദ്ധിയുടെ ആവശ്യം കാൻഡാക്കോളിനെ പിടിക്കാൻ വേണ്ടിയായിരുന്നില്ലേ? ഇപ്പോഴവനെ പിടിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അതെ അതെ, ഈ കുട്ടികളാണ് ഇതൊക്കെ ചെയ്തത്. ദയവായി അവരോട് ക്ഷമിക്കണം. ഞാൻ ഇവരെ റിസർച്ച് ചെയ്യുന്നത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവില്ല. കുട്ടികളെ, നിങ്ങൾ സ്വതന്ത്രരാണ്. താങ്ക് യു അങ്കിൾ. പിഗ്മാൻ, ഞങ്ങൾക്കിനി ഒരിക്കലും ഭൂമിയിലേക്ക് പോകാൻ പറ്റില്ലെന്നാ കരുതിയിരുന്നത്. നീ കാരണ ഇതൊക്കെ സംഭവിച്ചത്. കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അതൊക്കെ പോട്ടെ, നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ തിരിച്ചു പോകാൻ കഴിയുക? റോക്കറ്റ് ഇപ്പൊ കേടാണ്. ശത്രുക്കൾ ഫൈറ്റർ പ്ലെയിൻ ഉടൻ തന്നെ കൊണ്ടുവരൂ. അല്ല, ഇത് നമ്മുടെ മാഡമാണ്. കൂടാതെ കന്നാസാറിന്റെ അങ്കിളുമുണ്ട്. എന്റെ ജ്യേഷ്ഠൻ
എന്റെ മകൻ. വാവ്, ഞാനിതാ ഇവരുടെ സഹായത്താലാണ് രക്ഷപ്പെട്ട് ഇവിടേക്ക് വന്നത്. ഇവർ വളരെ നല്ലവരാണ്. മോനെ, പണ്ട് ഞാനൊരു കവിത കേട്ടിട്ടുണ്ട്. നീ വരുമ്പോൾ ആ കവിത നിനക്ക് പറഞ്ഞു തരണമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു വെച്ചു. നീ തിരിച്ചു വന്ന ഉടൻ തന്നെ ആ കവിത ഞാൻ നിന്നോട് പറഞ്ഞു. കണ്ടല്ലോ കണ്ടല്ലോ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. എത്ര നല്ല കവിതയാ നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞത്. ചെടി വെക്കണമെങ്കിൽ വേണം നല്ല പൂത്തൊട്ടി. നഷ്ടപ്പെട്ടു പോയ മകനെ അവർക്ക് തിരിച്ചു കിട്ടി. അടികൈ. കൊള്ളാം, നിങ്ങളുടെ കവിത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എവിടുന്നാണ് ഇത്രയും നല്ല കവിത ചൊല്ലാൻ പഠിച്ചത്? എന്താണ് നിങ്ങളുടെ പേര്? ദാഹം തീർക്കണമെങ്കിൽ വേണം നല്ല മോര്. കന്ന എന്നാണ് എന്റെ പേര്. അടികൈ. ഇദ്ദേഹം കവിത പറഞ്ഞ് ഇവിടെയുള്ളവരുടെ പണി തീർക്കും. അതിനു മുമ്പ് ഇദ്ദേഹത്തെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാം. സംശയമുണ്ടോ?